മാവേലിക്കരയിലെ കരിപ്പുഴ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പാലക്കത്താഴ വീട്ടിൽ, അതായത് ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. ഇവിടെ ഈ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ ആ ഒരു ചായ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വളരെ നാൾ താമസിച്ചിരുന്നു. അവിടെ വെച്ചാണ് പല കാര്യങ്ങളും ഞങ്ങൾ ഓർക്കുന്നതും പറയുന്നതും. എൻ്റെ അച്ഛന് ഒരു നല്ല സാഹിത്യകാരനായിരുന്നു. ഒരുപാട് വായിക്കും, ഒരുപാട് കവിത എഴുതും. പണ്ടത്തെ കാലത്ത് ചില കഥാപ്രസംഗങ്ങളൊക്കെ നടത്തും, ചില നാടകങ്ങളൊക്കെ അഭിനയിക്കും, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ടായിരുന്നു. കൂടാതെ ഇവിടുത്തെ ഈ പാലക്കത്താഴെ മുതിർന്ന ആളുകൾ എന്ന് പറയുന്നവരൊക്കെ അന്നത്തെ ആശാന്മാരായിരുന്നു. ആശാന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ. അവരാണ് ഇവിടെയുള്ള പല ആളുകളെയും അക്ഷരം പഠിപ്പിച്ചതും ദൂരദേശങ്ങളിൽ പോയി അക്ഷരം പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ആളുകൾ. അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്കിപ്പോൾ തോന്നുന്നൊരു സ്മരണയുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചന് ഈ തിണ്ണയിൽ അവിടെ കസേരയിലിരിക്കും, എന്നെ വിളിക്കും, ഞാനവിടെ ചെല്ലും. എന്നിട്ട് എന്നോട് ചോദിക്കും, എടാ നിനക്ക് താമരയുടെ പര്യായ പദങ്ങൾ അറിയാവോ? എന്തുവാടാ ഈ പര്യായ പദങ്ങൾ? ഞാൻ പറയാൻ അറിയത്തില്ല. പഠിച്ചോ. പത്മം നളിനം അരവിന്ദം മഹോൽപലം സഹസ്രവത്രം സരസീരുഹം താമരസം കുശേയം. ഇവിടെ ഇത് ഞാനങ്ങ് പഠിക്കും. എന്നോട് ചോദിക്കും, പറയാൻ പറയും. അധികം സമയമില്ലാതെ ഞാനത് പഠിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചന് വലിയ സ്നേഹമായിരുന്നു. ഇതുപോലെ കുറേയേറെ കഥകളും രസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വല്യപ്പച്ചന് ഞാൻ ഏതാണ്ട് കുരുത്തക്കേട് കാണിച്ചതിന് എന്നെ ഒരു അടി അടിച്ചു. എനിക്ക് വലിയ വിഷമമായിപ്പോയി. എൻ്റെ അച്ഛൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അജയ ദേണ്ട് ഈ അപ്പച്ചൻ എന്നെ വീണ്ടും വീണ്ടും അടിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് അപ്പച്ചന് വലിയ സന്തോഷം. വീണ്ടും വീണ്ടും അടിച്ചെന്നോ? എടാ നീ ഒരു സാഹിത്യകാരനാകാനുള്ള ലക്ഷണമുണ്ടല്ലോടാ. അപ്പച്ചൻ പറഞ്ഞു. ആ നല്ല നാക്ക് ഫലിച്ചു. ഞാൻ ഓടി നടന്ന് ഈ കാൽപ്പാടുകളൊക്കെ പതിഞ്ഞ ഈ മണ്ണും ഈ പരിസരവും എന്നിൽ ഒരുപാട് ഓർമ്മകൾ അങ്ങനെ തിങ്ങി കൂടി വരികയാണ്. ഇവിടെയുള്ള ഓരോ വൃക്ഷത്തിനും ഓരോ മണൽത്തരിക്കും എന്നോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കൊച്ചു ബാല്യത്തിൻ്റെ കുസൃതികളുടെയും അനുഭവങ്ങളുടെയും കഥകൾ. അവയൊക്കെ ഓർക്കുമ്പോഴേ വാസ്തവത്തിൽ മനസ്സ് അങ്ങനെ ഹൃദയം തുടിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെയാണ് ഇന്ന് ഈ കുടുംബത്തിൽ താമസിക്കുന്ന എൻ്റെ അനുജന്മാരും ഭാര്യമാരും. ഇപ്പോഴ് ഈ കുടുംബമെന്ന് പറയുമ്പോഴുണ്ടല്ലോ, അത് ഇളയാളിനല്ലേ കിട്ടുക. ഇത് എൻ്റെ ഫാദറിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് ഇവർ, അവരുടെ ഭാര്യമാരാണ്. ഈ കുടുംബം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ്. രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജുവിൻ്റെ ഭാര്യ ആലീസ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് അവർ രണ്ടുപേരും, ജിബിയും സിബിയും. ഇദ്ദേഹം ബാബു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ലീലമ്മ. പിന്നെ ഇവിടുത്തെ മൂപ്പിലാനെന്ന് പറയാവുന്നയാളാണ് അനിയൻ കുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി. ഇവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഈ കുടുംബത്തിലെ അംഗങ്ങൾ. ഇവരൊക്കെ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരാണ്. കരിപ്പുഴ ഏതെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഇവിടെ വരും. അവരെനിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യും. സ്നേഹത്തോടുകൂടി എന്നെ നോക്കും. എനിക്ക് അദ്ദേഹത്തിനെ പറ്റി തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളെ, നമ്മുടെ പാലക്കത്താഴയുടെ പാരമ്പര്യം അതിനെയും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പുതിയ യുവ കവിയാണ്. ഈയിടെ ഒരു പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തു കൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് വളരെ കൗതുകമുള്ള താല്പര്യമുള്ള ഒരു കൊച്ച്
അനുജൻ്റെ മകനാണ്. പപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കൊച്ചിലേക്ക് ഞങ്ങൾ കാണുന്നുണ്ടേ ആദ്യമായിട്ട് ഈ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു ബുൾഗ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ കേരളത്തിൽ തന്നെ ഇറക്കിയത് പപ്പായായിരിക്കണം. ഇതെനിക്ക് ജനം നൽകിയ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശവകുടീരമാണ്. എനിക്കും ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ, ഞാനും ഇങ്ങനെ വരും. അതേസമയം ഇതൊന്ന് നോക്കുകയാണെങ്കിൽ എത്ര പ്രഗത്ഭന്മാർ, എത്ര വലിയ വലിയ ആളുകളുടെ ആ ഒരു അധ്യാത്മ വിദ്യാലയമാണ്. ഇവിടെ എല്ലാവരും ഒരുപോലെ നിൽക്കുന്നു. ഇവിടെ കാണുമ്പോൾ പല അഹങ്കാരവും പ്രയാസങ്ങളും അതുപോലത്തെ ദുഷ്ടചിന്തകളെല്ലാം മാറി നമ്മളെല്ലാം ഒരിക്കൽ ഇവിടെ ജാതി മതഭേദമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ വിഭാവനം ചെയ്യുമ്പോഴേ നമ്മളുടെ മനസ്സ് സന്തോഷിക്കണം, സമാധാനിക്കണം, ദുഃഖിക്കരുത്. ഞാനൊരു മതവിശ്വാസിയായി ജനിച്ചതാണെങ്കിലും ഈശ്വരനുണ്ടോ, ഈശ്വരനെ പറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്താണ്, ഈശ്വരനും മനുഷ്യ ജീവിതവും തമ്മിൽ എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു. അത് ചോദിച്ചു പറയാനായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിക്ക് ഒരു സുവിശേഷ പാഠവും ഒരു സങ്കീർത്തനവും വായിച്ച് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുക പതിവ്. അതേസമയം എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് വേദപുസ്തകം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്നാണ്. ഞാനൊരു 3, 4, 5 തവണ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വന്നപ്പോഴത്തേക്ക് കൺഫ്യൂഷൻസ് കൂടി. എന്നാൽ ഒടുവിലായപ്പോഴത്തേക്ക് ഏതാണ്ടൊരു ലൈൻ ഓഫ് തോട്ട് കിട്ടി. അന്നേരം എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ഇതുമാത്രം വായിച്ചാൽ പോരാ, സത്യം കണ്ടെത്തണമെങ്കിൽ മറ്റു മതങ്ങളെ കൂടി പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ മറ്റു മതങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മുടെ ഗീതയും നമ്മുടെ മഹാഭാരതവും പിന്നെ സന്യാസിമാരുടെ രീതികളും എല്ലാം തന്നെ പഠിക്കാനൊരു ശ്രമം നടത്തിയിട്ട് മുന്നോട്ട് പോയി. ഇസ്ലാം മതവും കുറേയൊക്കെ വായിച്ചു. ഇതിനെന്നെ സഹായിച്ചത് നമ്മുടെ മാവേലിക്കര ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ ഞാൻ പോയിട്ട് പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതത്തിന് അതീതമായിട്ടുള്ള ആത്മീയത എന്നുള്ള ഒരു ലെവലിലേക്ക് എനിക്കിന്ന് വരാൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വം ഓരോ നിമിഷവും എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ ഓരോ സെല്ലിലൂടെയും ഇങ്ങനെ പ്രസരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ എൻ്റെ പോക്ക്. അങ്ങനെ ഒരു 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 പ്രത്യേക രീതിയിലുള്ള ആത്മീയത, മതാതീതമായിട്ടുള്ള ആത്മീയത മനസ്സിലാക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചത്, എനിക്ക് ഒരു ചിന്താസരണി ഉണ്ടാക്കിയത് ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചതും പഠിച്ചതും ഒക്കെയാണ്. ഈ വീട് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, പണ്ട് ഞാൻ എഴുത്തുപള്ളിക്കൂടം എന്ന് പറയുന്ന ആ സ്ഥാപനമായിരുന്നു. അന്നൊരു ചെറിയ ഷെഡേ ഉള്ളൂ. ഇവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് സാറമ്മ എന്ന് പറയുന്ന ആ ഒരാളായിരുന്നു. ഈ സാറമ്മ എന്ന് പറയുന്ന ആൾ എൻ്റെ വല്യമ്മച്ചിയുടെ അനിയത്തിയായിരുന്നു. വല്യമ്മച്ചി വലിയ സുഖസൗകര്യത്തോടുകൂടി കഴിയുന്നിടത്ത് ഈ കൊച്ചമ്മയ്ക്ക് അത്ര വലിയ സൗകര്യം ഉണ്ടായില്ല. എങ്കിലും അവർ കഴിഞ്ഞുകൂടി.
എനിക്ക് ഈ എഴുത്തു പള്ളിക്കൂടത്തിനെ പറ്റിയുള്ള ഒരു സ്മരണയുള്ളത് എന്താണെന്നറിയാം. ഞാൻ ഇവിടെയൊക്കെ പഠിച്ചു, എന്നെ ഈ സാറമ്മ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ ഞാൻ പഠിച്ച് MA പാസ്സായി. MA ക്ലാസ്സോടുകൂടി പാസ്സായി കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത ഒരൊറ്റ കാര്യം എന്താണെന്നറിയാം, എനിക്ക് ഈ സാറമ്മയുടെ അടുത്ത് പോകണം, ഒരു അനുഗ്രഹം വാങ്ങണം. ഞാൻ പോയി അവിടെ ചെന്ന്, അവരൊരു കൊച്ചു വീട്ടിനകത്താണ് താമസിക്കുന്നത്. അവിടെ ചെന്നിട്ട് അന്നത്തെ ഒരു വെള്ളി രൂപ, നല്ല വിലയുള്ള സാധനമാണ്, അത് ഞാൻ ആ സാറമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. ഞാൻ MA പാസ്സായി. ആ അമ്മയുടെ കണ്ണിൽ, ആ കുണ്ടിലേക്ക് ആഴ്ന്നു പോകുന്ന ആ കണ്ണിൽ ഒരു സന്തോഷവും വ്യസനവും സങ്കടവും തോന്നി. എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീയെങ്കിലും എന്നെ ഓർത്തല്ലോ. ഞാൻ എത്രയോ പേരെ പഠിപ്പിച്ചിരിക്കുന്നു, പക്ഷെ ഒരാളും എൻ്റെ അടുത്ത് വന്നില്ല. നീ വന്നല്ലോ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇത് കഴിഞ്ഞ് അവരുടെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത വിമിഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വന്ന് ആ വെളിയിൽ നിന്നിരുന്ന ഒരു മാവിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ കൈ അങ്ങോട്ടാക്കിയിട്ട് എനിക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. ഇതെന്തിന് ജീവിതം എന്തൊരു പ്രഹേളികയാണ്. ഒരേ വയറ്റിൽ പിറന്ന രണ്ട് സിസ്റ്റേഴ്സിന്, ഒരാൾ വളരെ നല്ല രീതിയിൽ കഴിയുന്നു, ഒരാൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ഇതാണോ എന്നെനിക്കറിയില്ല. ഏതായാലും എനിക്ക് ഒരുപാട് ദുഃഖം, കരച്ചിൽ ഉണ്ടായി എന്നുള്ളത് ഞാനിവിടെ വന്ന് ഓർക്കുകയാണ്. അതേസമയം ഇതൊരു കുടിൽ പോലെയുള്ള ഒരിടത്തായിരുന്നു ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഫാദർ പൊതുവെ വളരെ രസികനായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കമൻറ്റുകൾ അടിക്കും. അപ്പം പല സ്കൂളുകളെ പറ്റി പറയും, ഇപ്പോൾ അവധിയാണല്ലോ, സ്കൂൾ അടച്ചിരിക്കുക, ഇനി 1 മാസം കഴിഞ്ഞ് തുറക്കും. എന്നാൽ നമ്മുടെ സാറമ്മയുടെ പള്ളിക്കൂടം ഉണ്ടല്ലോ, അത് തുറക്കത്തുമില്ല, അടയ്ക്കത്തുമില്ല. എന്താ കാരണമെന്നറിയാമോ? വാതിലില്ല. പിന്നെ എങ്ങനെ തുറക്കുന്നത്, പിന്നെ എങ്ങനെ അടയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പല കമൻറ്റുകൾ പറഞ്ഞ ഒരു സ്ഥലം.